അന്ന് സത്യത്തിൽ കാറ് വാങ്ങിക്കാനുള്ളൊരു ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. കമ്പനി തുടങ്ങി അന്ന് 5 വണ്ടി എടുത്ത ആ 5 വണ്ടി അന്ന് തന്നെ ഞാൻ റെന്റ് ചെയ്തു. ഒരു കൊല്ലത്തിനിടയിൽ 100 കാറായി മാറി. കേരളത്തിലെ തൃശൂർ ജില്ലയിലെ അരിയന്നൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും 55 വർഷങ്ങൾക്ക് മുമ്പ് ഒമാനിലെ മസ്കറ്റിലെത്തിയ മലയാളിയാണ് ശ്രീ MKK മുഹമ്മദ്. ഒമാനിലെ ആദ്യ പ്രവാസി സംരംഭകരിൽ പ്രമുഖരിൽ ഒരാൾ കൂടിയാണ് ശ്രീ മുഹമ്മദ്. കഴിഞ്ഞ 19 വർഷങ്ങളിലിടയിൽ ഒരുപാട് ആൾക്കാർ ഞാൻ മസ്കറ്റിൽ കൊണ്ടുവന്നത്. അതെ, അപ്പൊ എന്റെ ഫ്രണ്ട്സും എന്റെ നാട്ടിലുള്ളവരും എന്റെ ചുറ്റുപാടുള്ളവരും എന്റെ കുടുംബത്തിലുള്ളവരും ഒക്കെ ഒരു 100-ൽ കൂടുതൽ ആൾക്കാർ ഞാനിവിടെ കൊണ്ടുവന്നു. 1949 ജൂൺ 3 ജനിച്ച മുഹമ്മദിന്റെ കുട്ടിക്കാലം പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. തന്റെ 4-ാം വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട മുഹമ്മദിന് കരുത്തായത് തന്റെ മാതാവ് പകർന്നു നൽകിയ ജീവിത മൂല്യങ്ങളായിരുന്നു. പിന്നീട് കണ്ട പ്രതിസന്ധികളെയെല്ലാം ഒരു ചെറു പുഞ്ചിരി കൊണ്ട് നേരിട്ട് ശ്രീ മുഹമ്മദ് നേടിയത് ഒമാനിലെ ടൂറിസം മേഖലയിലെ അധികായത്വം വഹിക്കുന്ന മാർക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന വലിയ പ്രസ്ഥാനമാണ്. മാർക്ക് ട്രേഡിംഗ് LLC, മാർക്ക് ടൂർസ്, മാർക്ക് റെന്റേക്കാർ, മാർക്ക് ലിമോ സർവീസസ് തുടങ്ങിയ അനവധി വിജയ സംരംഭങ്ങൾ വേറെയും. 1971 അൽഫലാജ് ഹോട്ടലിന്റെ ഫ്രണ്ട് റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യാൻ തുടങ്ങിയ ശ്രീ മുഹമ്മദ് ഇന്ന് ഒമാനിന് പുറമെ കേരളത്തിലും ടൂറിസം മേഖലയിൽ നിരവധി സംരംഭങ്ങളുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും എൻ്റെ ഈ ബിസിനസ് ഒരു ഇന്റർനാഷണൽ ലെവലിൽ എടുക്കണം, ഇതിൽ ഏറ്റവും നന്നായിട്ട് റീച്ച് ചെയ്യണം എന്നുള്ളൊരു മനസ്സെനിക്കുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ റിസർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഞാൻ യൂറോപ്പിൽ ഒരു കമ്പനിക്ക് ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് ഇത് കൊടുത്തു. മാർക്ക് ടൂർസിന് അമേരിക്ക, യൂറോപ്പ് തുടങ്ങി നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉപഭോക്താക്കളാൽ സമ്പന്നമാണ്. കഴിഞ്ഞ 15 വർഷങ്ങളായി ഒമാനിലെ മുൻനിര പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെയും പ്രമുഖ വിമാന കമ്പനികളുടെയും ഔദ്യോഗിക എയർപോർട്ട് ട്രാൻസ്ഫർ മാർക്ക് ഗ്രൂപ്പാണ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രീ MKK മുഹമ്മദ് വളർത്തിയെടുത്ത വിശ്വസ്തതയുടെ തെളിവാണ്. പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന് 2-3 മൂല്യങ്ങളുണ്ട്. ഒന്ന് പ്രൊഡക്റ്റ്, ഒന്ന് സർവീസ്, ക്വാളിറ്റി. തന്റെ കർമ്മമണ്ഡലത്തിൽ ഒരുപാട് അംഗീകാരങ്ങളും അവാർഡുകളും നേടിയെത്തിയിട്ടുണ്ടെങ്കിലും ഒമാൻ ടൂറിസം മന്ത്രാലയത്തിന്റെ ബെസ്റ്റ് ടൂർ ഓപ്പറേറ്റർ എന്ന പദവി വിലമതിക്കാനാവാത്തതാണ് എന്നാണ് ശ്രീ മുഹമ്മദിന്റെ പക്ഷം. ഒമാനിലെ പൈതൃക സൗന്ദര്യത്തെ ആഡംബരപൂർണമായി ആഘോഷിപ്പിക്കുന്ന ഒരു വലിയ സംരംഭമാണ് മാർക്ക് ടൂർസും ശ്രീ MKK മുഹമ്മദും. കലാസാംസ്കാരിക സാമൂഹിക മേഖലകളിലും ശ്രദ്ധേയനാണ് ശ്രീ മുഹമ്മദ്. തിരക്കുകൾക്കും യാത്രകൾക്കുമിടയിൽ ദർശന TV വിരുന്നിന്റെ പ്രേക്ഷകരുമായി വിശേഷങ്ങൾ പങ്കിടുവാൻ എത്തുന്നു ശ്രീ MKK. ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം ശ്രീ MKK മുഹമ്മദിനെ വിരുന്നിലേക്ക്. സ്വാഗതം. നമസ്കാരം. വലിയ സന്തോഷം എന്ന് പറയുന്നത് 55 വർഷങ്ങൾക്ക് മുമ്പ് ഒമാനിലെത്തിയ ഒരു മലയാളിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യം തന്നെ ഈ ഒരു അവസരം എനിക്ക് തന്നതിന് വളരെ സന്തോഷം. ദർശന TV ഇങ്ങനെ ഒരു സംരംഭം ചെയ്യുന്നത്, അതിൽ സഹകരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനിവിടെ ഇത്രയും വർഷം ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ അങ്ങനൊരു പ്രൊജക്ഷൻ പല സമയത്ത് ഞാൻ മാറി നിൽക്കാറ് പതിവ്. പക്ഷേ ഇങ്ങനെ ഇന്നൊരവസരം വന്നപ്പോൾ എന്തോന്നറിയില്ല, എൻ്റെ പ്രായം ആധിക്യം കൊണ്ടാവാം, ഇനി ചിലപ്പോൾ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിലൊരു ഭാഗമായിട്ട് മാറാൻ. താങ്ക് യു. അപ്പോൾ ഞാനിവിടെ വന്നത് പറഞ്ഞ പോലെ അരിയന്നൂരാണ് എൻ്റെ വീട്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഗുരുവായൂർ ടെമ്പിളിന് ഒരു 4-5 കിലോമീറ്റർ ഇപ്പുറമാണ് എൻ്റെ വീട്. അപ്പോൾ ഞാനിവിടെ 1971 മസ്കത്തിൽ വരുന്നത്, 1971. അപ്പോൾ അതിവിടെ ഒരു ഈ രാജ്യം ഒമാൻ എന്ന് പറയുന്ന രാജ്യം, സുൽത്താനത്ത് ഓഫ് ഒമാൻ ഉണ്ടാവുന്നത് 1970 നാട്ടിലിവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം വളരെ അത്യാവശ്യമായിരുന്നു. അപ്പോൾ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സ്റ്റാർ ഹോട്ടൽ പണിയണം എന്നുള്ളതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം. അതിനനുസരിച്ചിട്ടാണ് അൽഫലാജ് രൂപം കൊള്ളുന്നത്. അന്ന് ഞാനിവിടെ വരുമ്പോൾ അൽഫലാജിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, ബിൽഡിങ് കഴിഞ്ഞിട്ടില്ല, ഹോട്ടൽ തുറന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ആ ബിൽഡിംഗ് വർക്കിലും അതിനോട് അനുബന്ധിച്ചുള്ള ജോലിയിൽ ഞങ്ങൾ 4 മലയാളികൾ ഉണ്ടായിരുന്നു. ഞാൻ, അതുപോലെ തന്നെ എൻ്റെ ഒരു 3 കൂട്ടുകാർ, ഒരു ഉമ്മർ ഹാജി, ഹംസക്ക, ഖാദർകുട്ടി, ഞങ്ങൾ 5 പേരാണ് ഒരുമിച്ചുണ്ടായിരുന്നത്. അവർ ഞാനല്ലാതെ ഇപ്പോൾ ഇവിടെ ആരുമില്ല, ഒക്കെ നാട്ടിലാണ്, എല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ട്. ബട്ട് എല്ലാവരും റിട്ടയറായി.
അപ്പോൾ ഞാനിപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പോൾ ഇവിടെ അന്ന് വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഉള്ളവരൊക്കെ വളരെ സ്നേഹത്തിലും വളരെ സന്തോഷത്തിലും ഒരുമിച്ച് കൂടുക എന്നുള്ളത് ഒരു പതിവായിരുന്നു ഈവനിങ്ങിലൊക്കെ. അപ്പോൾ ആ ഹോട്ടല് പിന്നെ ഞങ്ങൾ ഒരു 6 മാസത്തിനകം അത് ഒരു 5 സ്റ്റാർ ഹോട്ടലാക്കിയിട്ട് മാറ്റി. അപ്പോൾ അതിന് വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും 6 മാസം കൊണ്ട് ചെയ്തിട്ട് ഞങ്ങൾ ആ ഹോട്ടൽ തുറന്നു. അതിന് മുമ്പ് ഇവിടെ ഒരു ചെറിയ ഹോട്ടൽ, മത്ര ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നു. മത്ര ഹോട്ടൽ അതായിരുന്നു ആദ്യം പണി കഴിഞ്ഞ ബിൽഡിങ്. അപ്പം അതും ഞങ്ങൾ മാനേജ് ചെയ്യണം എന്നുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇത് വർക്ക് കഴിയാത്തത് കൊണ്ട് ആ ഹോട്ടൽ റെഡി ആയിട്ടുള്ളത് കൊണ്ട് അത് ഞങ്ങൾ ആദ്യം തുറന്നു. അത് സ്പിന്നീസ് എന്ന് പറഞ്ഞൊരു കമ്പനി, WJ ടവലിൻ്റെ ഒരു ഹോട്ടലായിരുന്നു അത്. പക്ഷെ അത് മാനേജ് ചെയ്യാനും ഈ മാനേജ്മെൻറ്റിനാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ആ ഹോട്ടൽ തുറന്നു. അതിൽ ആദ്യത്തെ ഒരു ഗസ്റ്റ്, ഇൻ്റർനാഷണൽ ഗസ്റ്റ് വന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു മിസ്റ്റർ ഫേ എന്ന് പറഞ്ഞിട്ട്, ഫേ ഇൻ്റർനാഷണലിൻ്റെ ഡയറക്ടറായിരുന്നു, ഒരു ഇറ്റ്സ് എ ബ്രിട്ടീഷ്. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങൾ 4 പേരും, എൻ്റെ മാനേജിങ് ഡയറക്ടറും ഞങ്ങൾ ഒരുമിച്ചാണ് അദ്ദേഹത്തിന് സെർവ് ചെയ്ത് കിച്ചണിൽ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അവർക്ക് കൊണ്ടുകൊടുക്കും. അതുപോലെ ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിസ്റ്റായിട്ടാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്യുന്നത്. അപ്പം അന്ന് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാനും എൻ്റെ MD ഞങ്ങൾ 2 പേരും കൂടി ആയിരുന്നു റിസപ്ഷൻ ഫ്രണ്ട് നോക്കിയിരുന്നത്. പിന്നീട് അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഒരു സ്വന്തം സ്ഥാപനത്തെ പോലെ ഞാൻ അൽഫലായിനെ കണ്ടു. അതെല്ലാ അർത്ഥത്തിലും ഞാൻ അങ്ങനെ കണ്ടു. എൻ്റെ ജോലി എൻ്റെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ചിലപ്പോൾ ആളില്ലാത്ത വരുമ്പോൾ ഞാൻ രാവും പകലും വർക്ക് ചെയ്യും, 24 hours ഞാൻ നിൽക്കും. കാരണം അന്നിവിടെ ആരും ഇല്ല. ആൾക്കാർ എത്രയെങ്കിലും ആവശ്യമുണ്ട്, പക്ഷെ ആരും ഇല്ല. റിസപ്ഷനിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരാളും ഇല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കേണ്ടതുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേലും 1-2 ആൾക്കാരൊക്കെ വന്നപ്പോൾ എന്നെ പ്രൊമോട്ട് ചെയ്ത് ഞാൻ ഒരു ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് എനിക്ക് പ്രൊമോഷൻ തന്നു. എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ക്വാളിഫിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഡെഡിക്കേഷൻ, എൻ്റെ ആ ഒരു അർപ്പണ മനോഭാവമാണ് അത് ഓണേഴ്സിനും മാനേജ്മെൻറ്റിനൊക്കെ അങ്ങനെ തോന്നിയത്. പിന്നീട് ആ പൊസിഷൻ എനിക്ക് കിട്ടിയപ്പോൾ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നു. അങ്ങനെ ഞാനൊരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഒരു ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിനൊക്കെ ചേർന്നു. കഴിയുന്നത് മാക്സിമം അറിവുണ്ടാക്കാൻ വേണ്ടി നോക്കി. പക്ഷേ അവിടെ പിന്നെ 19 വർഷം ഞാൻ അവിടെ നിന്നു. അതെൻ്റെ ഒരു വീട് പോലെയായിരുന്നു അത്. എന്നെ പുറത്തു പോയി താമസിക്കാൻ ഓണേഴ്സ് സമ്മതിച്ചില്ല. ഹോട്ടലിൻ്റെ ഉള്ളിൽ 15 വർഷം ഞാൻ ഹോട്ടലിൻ്റെ ഉള്ളിൽ താമസിച്ചിട്ടാണ് ഞാൻ ഡെയിലി ഹോട്ടലിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അപ്പം എൻ്റെ ഫാമിലിയും അവിടെ തന്നെ ആയിരുന്നു 15 വർഷമായിട്ട്. അപ്പോൾ അവർക്ക് അവിടുത്തെ ഒരു അന്തരീക്ഷം, കുട്ടികളും നമ്മുടെ ഫാമിലി ഹോട്ടലിനുള്ളിൽ. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഈ ഫുഡൊക്കെ, ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നുകൊണ്ട് എന്നെ പുറത്ത് പോകണം എന്ന് പറഞ്ഞപ്പോഴും എന്നെ പോകാൻ അനുവദിച്ചില്ല. പക്ഷെ അവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി സ്പെഷ്യൽ പെർമിഷൻ, ഫയർ ബ്രിഗേഡിൻ്റെ പെർമിഷൻ എടുത്തിട്ട് എൻ്റെ റൂമിൻ്റെ അപ്പുറത്ത് ഒരു ഇന്ത്യൻ കിച്ചൺ ഉണ്ടാക്കി തന്നു. അപ്പം അത്രയ്ക്കും എന്നെ പോകാൻ അനുവദിച്ചില്ല. അപ്പോൾ അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു ഞാൻ ഈ ഹോട്ടലിനായിട്ട്. അപ്പം അന്ന് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് മേജർ ഷെയർ ഹോൾഡർ ഇവിടുത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, എക്കണോമിക്കൽ അഫയേഴ്സ്, കെ സവാവി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എന്നെ വളരെയധികം വിശ്വസിച്ചിരുന്നു. പല കാര്യങ്ങൾക്കും എന്നെ നേരിട്ട് വിളിക്കാറുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാറുണ്ട്. അപ്പം അതൊക്കെ ആവുമ്പോൾ എനിക്ക് അങ്ങേയറ്റത്തെ ഒരു കമ്മിറ്റ്മെൻറ്റാണ് ഹോട്ടലിനോട് തോന്നിയത്. പക്ഷേ എന്താണ്ടായെന്ന് വെച്ചാൽ ഒരു 19 വർഷം കഴിഞ്ഞപ്പോൾ 1990 അവിടെ ഒരു സഡൻ മാനേജ്മെൻറ്റ് ചേഞ്ച് ഉണ്ടായി. അപ്പോൾ അതുണ്ടായപ്പോൾ ഞാൻ ആലോചിക്കാൻ തുടങ്ങി, എനിക്ക് മറ്റെന്തെങ്കിലും മാർഗങ്ങൾ തേടിക്കൂടെ. പിന്നെ അവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്കൊരു ബിസിനസ് മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫുള്ളായിട്ട് എനിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഞാൻ അന്ന് ഇവിടെ അൽഫലായിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് കലാപരിപാടികൾ ഇവിടെ കൊണ്ടുവരാൻ നേതൃത്വം കൊടുത്തിരുന്നു. അത് ഒന്നാമത്തെ നമ്മുടെ ജയറാം
ജയറാം അന്ന് മിമിക്രിയിലായിരുന്നു, സിനിമയിൽ എത്തിയിട്ടില്ല. അന്ന് ആബേലച്ചൻ്റെ കൂടെയുള്ള മിമിക്രി, കലാഭവൻ മിമിക്രിയിലുള്ള സമയത്ത് അവർ ദുബൈയിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നിരുന്നു. അപ്പോൾ അത് മസ്കത്തിലേക്കും കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് വിളിച്ചിട്ട് ഞാനാണ് അത് അറേഞ്ച് ചെയ്ത് അവരെയൊക്കെ ഞാൻ അൽഫ്ലായിൽ താമസിപ്പിച്ചു. ജയറാമും കംപ്ലീറ്റ് കമ്പനീസും വന്നു. ഇവിടെ നല്ലൊരു പ്രോഗ്രാം ഇവിടെ നടത്തി. അത് പിന്നെ ഞാൻ ഇവിടെ തോപ്പിൽ ബാസിലെ ഒരു നാടകം കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് ഇതൊക്കെ ചെയ്തു. പക്ഷെ ഇതൊക്കെ എനിക്ക് ഫ്രണ്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ അൽഫ്ലയിൽ വർക്ക് ചെയ്യുന്നതല്ലേ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് എനിക്കൊന്ന് ഫ്രീ ആയാൽ കുറച്ചും കൂടിയൊക്കെ ബിസിനസ് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത്. എന്നെ അവർ വിടാൻ സമ്മതിച്ചില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഐ ഹാവ് ഓൾറെഡി ഡിസൈഡഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ റിസൈൻ ചെയ്ത് പുറത്തു വരണ്ടായത് അൽഫ്ലയിൽ. പിന്നീട് എൻ്റെ ഒരു വേറൊരു ജീവിതമായിരുന്നു അന്നത്തെ. ആ ഒരു ജീവിതത്തിൽ നിന്ന് പ്രത്യേകിച്ചും വേറൊരു തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് മാറുകയുണ്ടായത്. അപ്പം അന്ന് എനിക്ക് മറ്റുള്ള ബിസിനസ്സിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. എന്ത് ബിസിനസ് എനിക്ക് ചെയ്യണം, എന്തായിരിക്കണം എൻ്റെ ഭാവി എന്നുള്ളത് എനിക്ക് വ്യക്തമായിരുന്നില്ല. പക്ഷെ എല്ലാം ഒരു ദൈവവിശ്വാസത്തിൽ അങ്ങനെ എല്ലാം ഒരു പോസിറ്റീവ് മൈൻഡ് വെച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയി. അപ്പം അന്ന് ഞാൻ സർവീസ് എൻ്റെ ബ്ലഡിലുള്ളതാണ്. എനിക്കത് വളരെ വിശ്വാസമുണ്ട്. ഞാനൊരു സർവീസിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്കവിടെ ഷൈൻ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സർവീസ് ഇൻഡസ്ട്രി തിരഞ്ഞെടുത്തത്. അപ്പോൾ അവിടെ ആദ്യം ഞാനൊരു കാർ റെൻ്റലായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അത് 1990-ലാണ്. ഞാൻ അന്ന് 5 കാറ് വെച്ചിട്ടാണ് തുടങ്ങിയത്. അന്ന് സത്യത്തിൽ കാറ് വാങ്ങിക്കാനുള്ളൊരു ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഒരു പാർട്ട്ണറുണ്ട്, ഒമാനി പാർട്ട്ണർ. അദ്ദേഹം ഞാനും തമ്മിൽ വളരെ അടുപ്പാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു കാശുള്ള ഒരു കൂട്ടത്തിലായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഒരു ഫൈനാൻസ് കമ്പനി, ഒമാനിയ ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞിട്ട് എന്നെ അറിയുന്ന ഒരു റാഫേൽ പറമ്പ് ആയിരുന്നു അതിൻ്റെ CEO. അപ്പം അദ്ദേഹം എന്നെ അൽഫ്ലയിലുള്ളപ്പോൾ നന്നായിട്ട് അറിയാം. തൃശ്ശൂരാണ്, കുരിയച്ചിറയാണ് പുള്ളിയുടെ വീട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് കുറച്ച് വെഹിക്കിൾ കടം തരണം. അപ്പം അദ്ദേഹത്തിന് അതിൻ്റെ ആദ്യം കുറച്ച് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹം എന്നെ സഹായിച്ചു. കൊളാറ്ററൽ സെക്യൂരിറ്റി ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കൊടുക്കാൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗ്യാരണ്ടിയിൽ എനിക്ക് ആദ്യത്തെ 5 വണ്ടി ഫൈനാൻസ് ചെയ്യുക ചെയ്ത്. അപ്പോൾ ആ 5 വണ്ടി വെച്ചപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഞാൻ ഈ കഴിഞ്ഞ 19 വർഷങ്ങളിലിടയിൽ ഒരുപാട് ആൾക്കാരെ ഞാൻ മസ്കത്തിൽ കൊണ്ടുവന്നു. അതെ. അപ്പം എൻ്റെ ഫ്രണ്ട്സും എൻ്റെ നാട്ടിലുള്ളവരും എൻ്റെ ചുറ്റുപാടുള്ളവരും എൻ്റെ കുടുംബത്തിലുള്ളവരും ഒക്കെ ഒരു 100-ൽ കൂടുതൽ ആൾക്കാരെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ കൊണ്ടുവന്നാൽ ഞാൻ ഒരു പൈസ പോലും പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല. അവരെല്ലാവരും നന്നാവണം, എൻ്റെ പോലെ അവരും ആവണം എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ചിന്താഗതിയിലാണ് അവരൊക്കെ വന്നത്. അവർക്കൊക്കെ ജോലി ആവുന്നവരെ പലരും ഞാൻ അവരെ സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് വലിയൊരു സുഹൃത്ത് വലയുണ്ട്, വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്ത് വലയുണ്ടായിരുന്നു. അപ്പം ഈ വർഷങ്ങളിലൊക്കെ അവർ പോയിട്ട് അവരും അവരുടെ കമ്പനികളിലൊക്കെ ഓരോ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ കാർ റെൻ്റൽ കമ്പനി തുടങ്ങിയപ്പോൾ ഇവരെല്ലാം എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്നെ കമ്പനി തുടങ്ങി അന്ന് 5 വണ്ടി എടുത്ത ആ 5 വണ്ടി അന്ന് തന്നെ ഞാൻ റെൻ്റ് ചെയ്തു. അത് ഒരു 3 മാസത്തിന് 6 മാസത്തിന് 1 കൊല്ലത്തിനൊക്കെ 5 വണ്ടി കൊടുത്തു. അപ്പം ഇന്ത്യയിൽ വണ്ടിയില്ല. അപ്പം ഞാൻ വെറുതെ ഇരിപ്പായി. അപ്പം ഞാൻ എൻ്റെ പാർട്ട്ണർ പറഞ്ഞു മുഹമ്മദ് യു ടേക്ക് അനദർ 5 vehicles. അപ്പം ഞാൻ റാഫേലിനോട് പോയി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് എടുത്തോളൂ, ഈ വണ്ടി പോയതല്ലേ, പിന്നെന്താ പേടിക്കാനുള്ളത്. അപ്പം ഞാൻ 5 വണ്ടിയും കൂടി എടുത്തു. ആ 5 വണ്ടിയും പിറ്റേ ദിവസം 5 വണ്ടിയും പോയി. അപ്പോൾ എനിക്ക് പിന്നെ പേടിയായി തുടങ്ങി. ഒക്കെ കൂടി എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റോൾമെൻ്റ് അടയ്ക്കണ്ടേ, എന്തെങ്കിലും ബിസിനസ് വന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോഴും മൈ പാർട്ട്ണർ എൻകറേജ് മീ. എന്നോട് പറഞ്ഞു 10 വണ്ടിയും കൂടി എടുത്തോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എഗെയിൻ ഐ വെൻറ്റ് ടു മിസ്റ്റർ റാഫേൽ പറമ്പി. അദ്ദേഹം പറഞ്ഞു എടുത്തോളൂ, ഒരു കുഴപ്പമില്ല, യു ഹാവ് ബിസിനസ്. അപ്പം ഈ സമയത്തല്ലേ വണ്ടി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 10 കൂടി എടുത്ത് 20ആയി. 1 കൊല്ലത്തിനിടയിൽ 100 കാറായി മാറി.
അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ്. അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അത് എങ്ങനെ സംഭവിച്ചെന്നുള്ളത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയണം. എൻ്റെ ഒരു ഇതൊന്നല്ല, എന്തോ ദൈവാനുഗ്രഹം, അതൊരു തീരുമാനം അങ്ങനെ ഒരു വഴിയിൽ വന്നു പോയതാണ്. ഞാൻ അതിനു വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് എപ്പോഴും എൻ്റെ ഈ ബിസിനസ് ഒരു ഇന്റർനാഷണൽ ലെവലിൽ എടുക്കണം, ഇതിൽ ഏറ്റവും നന്നായിട്ട് റീച്ച് ചെയ്യണം എന്നുള്ളൊരു മനസ്സെനിക്കുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ റിസർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഞാൻ യൂറോപ്പിലെ ഒരു കമ്പനിക്ക് ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് ഇത് കൊടുത്തു. ടൂറിസം അന്ന് ഗവൺമെൻറ് ഒമാൻ ഒരു ടൂറിസം ആസ് എ ഡെസ്റ്റിനേഷൻ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ ദേ ഓപ്പൺ ദ ഡോർ ഫോർ ദ ടൂറിസം. ആദ്യം ഉണ്ടായിരുന്നില്ല, ടൂറിസ്റ്റുകളൊന്നും വന്നിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് കൺട്രി ടൂറിസത്തിന് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഒരു ടൂറിസം കമ്പനി തുടങ്ങി, മാർക്ക് ടൂർസ് എന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ ഞാൻ യൂറോപ്പിൽ, പർട്ടിക്കുലർലി സെൻട്രൽ യൂറോപ്പ്, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, നെതർലൻഡ്, ബെൽജിയം, ഇവിടെയൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്തു നന്നായിട്ട്. അപ്പോൾ അത് നമ്മളൊരു 5,000 to 10,000 ടൂറിസ്റ്റിനെ ഒരു കൊല്ലത്തിൽ ഒരു സീസണിൽ നമ്മൾ ഒമാനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവരിവിടെ വന്നു കഴിഞ്ഞാൽ അവര് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ, മസ്കത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ടേക്ക് ഓവർ ചെയ്യും. അവരെ വെൽക്കം ചെയ്യും, അവരെ എയർപോർട്ടിലേക്ക് ഹോട്ടലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഹോട്ടൽ അക്കോമഡേഷൻ നമ്മൾ ചെയ്യും, പിന്നെ അവരെ ഗൈഡഡ് ടൂർസ് ചെയ്യും, അവരുടെ മീൽസ് അറേഞ്ച്മെൻറ്റ് ചെയ്യും, ലാംഗ്വേജ് സ്പീക്കിംഗ് ഗൈഡ്, എനിത്തിങ്. അപ്പോൾ അവർ പോകുന്നവരെ അവരുടെ കംപ്ലീറ്റ് ലാൻഡ് അറേഞ്ച്മെൻറ്റ്, ഗ്രൗണ്ട് അറേഞ്ച്മെൻറ്റ് നമ്മളെ ചെയ്യുന്നത്. എന്നിട്ട് വി മേക്ക് ഷുവർ ദാറ്റ് ദേ ലീവ് ദ കൺട്രി വിത്ത് എ സ്മൈൽ ഓൺ ദെയർ ഫേസ്. ഈ ഒരാൾ പുറത്തുനിന്ന് വരുമ്പോൾ അവർ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു കയ്യിൽ അവർ എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ പ്രോമിസ് ചെയ്യുന്നുണ്ട് പുറത്തു പോയിട്ട്. അത് നമ്മൾ പ്രോമിസ് ചെയ്തിട്ട് ഇവിടെ അത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റിലുള്ള വയലേഷനാണ്. അത് എനിക്ക് സഹിക്കില്ല, അതെൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ അവർക്ക് പ്രോമിസ് ചെയ്തതിനേക്കാൾ കൂടുതൽ കൊടുക്കാനാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുക. അവിടെ പൈസയോ അല്ലെങ്കിൽ മറ്റുള്ള മൂല്യങ്ങൾക്കൊന്നും അവിടെ വിലയില്ല. അവിടെ നമ്മുടെ ആ വാക്ക്, നമ്മുടെ ആ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അതാണ്. അപ്പം അതുകൊണ്ടാണ് ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം ഞാൻ അവരിവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവസാനിപ്പിക്കും. അതെങ്ങനെയെങ്കിലും അവർക്ക് അതിനുള്ള എക്സ്ട്രാ ഇത് കൊടുത്തിട്ട് ഞാൻ അവരെ തൃപ്തിപ്പെടുത്തിയിട്ടേ ഇവിടുന്ന് വിടുള്ളൂ. അങ്ങനെ ഉണ്ടാവാറില്ല. തീർച്ചയായിട്ടും ഇവിടുന്ന് പോയിട്ടുള്ള ഒരു ഐ വുഡ് സേ 75% ആൾക്കാരും ഇവിടെ തിരിച്ചു വരാൻ, സന്തോഷമായിട്ട് തിരിച്ചു വരാൻ തീരുമാനിച്ചു പോയിട്ടുള്ളവരാണ്. ഒരു വരില്ല എന്നുള്ളത് വേറെ കാര്യം. ബട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അവിടെ പറഞ്ഞു വിടുന്നത്. നമുക്കൊരു ക്വാളിറ്റി ഓഫീസറുണ്ട്, അവരെപ്പോഴും അവരെ വിളിച്ചുകൊണ്ടിരിക്കും. അവർ ടൂർ ചെയ്യുമ്പോൾ എവറി ഡേ അവരെ വിളിച്ച് ഈവനിങ്ങിൽ ചോദിക്കും അവരെങ്ങനെയായിരുന്നു അവരുടെ ടൂറ്. പോകുമ്പോൾ അവരെ പോയി മീറ്റ് ചെയ്യും, എന്നിട്ട് അവരെ ചോദിക്കും എങ്ങനെയായിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവർക്ക് തൃപ്തികരമല്ലാത്തൊരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളത് എന്തായാലും നമ്മളതിന് ആക്ഷൻ എടുക്കും, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 100% ആൾക്കാരും നമ്മുടെ കയ്യിൽ കൂടെ പോകുന്നവരെ പോണതിൻ്റെ മുമ്പ് വി വിൽ മേക്ക് ഷുവർ അവർ ഏറ്റവും സന്തോഷമായിട്ടാണ് ഇവിടുന്ന് പോകണമെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും. അതാണ് ഈ ഒരു ടൂറിസം, ഒരു പാർട്ട്ണറുടെ, ഒരു ഗ്രൗണ്ട് പാർട്ട്ണറിൻ്റെ ഒരു ക്വാളിറ്റി. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചറും എൻ്റെ സർവീസ് ക്വാളിറ്റിയും വെച്ചിട്ട് ഞാൻ ബെസ്റ്റ് ടൂർ ഓപ്പറേറ്റർ അവാർഡിന് അപ്ലൈ ചെയ്തു. ദൈവാനുഗ്രഹം കൊണ്ട് അന്ന് കിട്ടിയത് എനിക്ക് തന്നെയാണ്. മാർക്കിനാണ് ഏറ്റവും നല്ല ടൂർ ഓപ്പറേറ്റർ അണ്ടർ ദി ഒമാൻ അവാർഡ് ഫോർ എക്സലൻസ് എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് ടൂർ ഓപ്പറേറ്റർ അവാർഡ് നമുക്ക് ഗവൺമെൻറ് തന്നു. ഇപ്പോഴും ഞാൻ ഓരോ വർഷം ഒരു 4-5 പ്രാവശ്യമെങ്കിലും ഞാൻ മിനിസ്റ്ററുടെ കൂടെ ഞാൻ യാത്ര ചെയ്യും ഒമാനെ പ്രൊമോട്ട് ചെയ്യാൻ. SADMC ഞാൻ യാത്ര ചെയ്തിട്ട് റോഡ് ഷോ ഉണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ലണ്ടനിൽ, UK ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു, ആംസ്റ്റർഡാം, ജർമ്മനി, ഇവിടെയൊക്കെ റോഡ് ഷോ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ പാർട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ 2 ദിവസമായിട്ടുള്ള ലണ്ടനിൽ നിന്ന് വന്നിട്ട് അവിടെ വേൾഡ് ട്രാവൽ മാർക്കറ്റ് ഉണ്ട്, അവിടെ മിനിസ്ട്രിയുടെ ഇതിൽ മാർക്കിൻ്റെ സ്റ്റാൻഡ് സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഡെസ്റ്റിനേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കുന്നുണ്ട്. യൂറോപ്പിൽ പോകുന്നു, സ്വാഭാവികമായ ഒരു ബിസിനസിന്റെ ഭാഗമാണ്. എന്നിരുന്നാലും ഒരു രാജ്യത്തിന്റെ ടൂറിസം പോയിന്റുകൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കഴിവ് താങ്കൾക്കുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളം ഈ ടൂറിസം മേഖലയിൽ
ഒന്നുകൂടി ഉയരേണ്ടതല്ലേ? നമുക്ക് അവിടെ മൂന്നാറായാലും കൊച്ചിയായാലും ആലപ്പുഴയായാലും തൃശ്ശൂരായാലും നമുക്ക് ഓരോ സെക്ടറിലും പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഡിഫറെന്റ് കൈൻഡ് ഓഫ് കൾച്ചർ ഉണ്ട് നമുക്ക്. എന്താണ് നമ്മുടെ ഒരു പ്രശ്നം? എന്താണ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഒരുപാട് വിഭവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. എനിക്ക് എൻ്റെ ഒരു മേജർ ഷെയറുള്ള ഒരു സ്ഥാപനമുണ്ട് മൂന്നാറിൽ, ഒരു റിവിലെ റിസോർട്ട് എന്ന് പറഞ്ഞിട്ട്. ഐ ആം ദ മേജർ ഷെയർ ഹോൾഡർ. അതിൽ ഉള്ള അതും നന്നായി പ്രൊമോട്ട് ചെയ്യുന്നു. അത് ഓൾമോസ്റ്റ് 80-90% ഒക്കെ സീസണിൽ ഓക്യുപ്പൻസി ഉണ്ട്. അപ്പം നമ്മുടെ മൂന്നാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒമാനികൾക്ക് വരെ അറിയാം, എല്ലാവർക്കും അറിയാം മൂന്നാറിനെ കുറിച്ച്. അപ്പൊ അത്ര നാച്ചുറൽ ബ്യൂട്ടി നമ്മുടെ ഓരോ ഇതുകളും, കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതാണ് അതിൻ്റെ കാര്യം, നമ്മൾ അതിന് കുറച്ചും കൂടിയും ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് അതിൻ്റെ നെറ്റ്വർക്ക്, റോഡ് നെറ്റ്വർക്ക് കുറിച്ച്, യാത്ര അല്ലെങ്കിൽ റീച്ച്, അതിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. അതുണ്ടായാൽ നമുക്ക് ഇതിൻ്റെ ഡബിളാക്കാൻ പറ്റും നമ്മുടെ ടൂറിസം. സാറ് ഒരു 15 വർഷക്കാലം അൽഫലാജ് എന്ന് പറയുന്ന 5 സ്റ്റാർ ഹോട്ടലിലാണ് താമസിക്കുന്നതെങ്കിലും നമ്മളിലെ എന്താ പറയുക 1 ലക്ഷം 10 ലക്ഷം രൂപയ്ക്ക് മേടിച്ച ഒരു കിളിയെ കൊണ്ട് കൂട്ടിലിടുന്ന പോലൊക്കെ തന്നെ ആവാം. 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ ഫാമിലിയെ താമസിപ്പിക്കുകയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോഴും കേൾക്കുമ്പോഴും വലിയ സൗകര്യമാണ്. അവിടെ സാറിന് വേണ്ടിയിട്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മാനേജ്മെന്റ് നിർബന്ധിതരാകുകയാണ് സാറിന് ഒരു ഇന്ത്യൻ കിച്ചൺ വരാൻ നിർമ്മിച്ചത്. അതെ, അത് ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഫാമിലിയുടെ ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ ഇത്രയും വർഷങ്ങളായിട്ട് യൂറോപ്യൻ ഫുഡ് കഴിക്കുക ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അലൗഡ് ആയിരുന്നു. പക്ഷേ കുട്ടികളൊക്കെ ആയപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ട്. ഞാൻ പുറത്ത് പോകണമെന്നാണ് പറഞ്ഞത്, എന്നെ പുറത്ത് പോകാൻ അനുവദിക്കണം അവിടെ ഒരു. അപ്പോൾ അത് മാനേജ്മെന്റ് സമ്മതമായിരുന്നില്ല. അവർക്ക് എന്നെ ഹോട്ടലിൽ തന്നെ വേണം എന്നുള്ള അതെനിക്ക് മനസ്സിലാവും. ഞാൻ അവിടെ ഈവൻ ഈ രാത്രി ഇറങ്ങിപ്പോയിട്ട് എല്ലാ ലൈറ്റുകളും ചെക്ക് ചെയ്യും. അത്ര കമ്മിറ്റഡ് ആയിരുന്നു ഞാൻ ഹോട്ടലിനോട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെ എനിക്ക് വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ഒരു കിച്ചൺ പണിത് തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ റൂമിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഫയർ ബ്രിഗേഡിൻ്റെ പെർമിഷൻ എടുത്തിട്ട് ഒരു കിച്ചൺ, ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു കിച്ചൺ പണിത് തന്നു. അപ്പൊ വൈഫൊക്കെ ഒന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഡെയിലി ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു ഓർമ്മയാണ് അതൊക്കെ. തീർച്ചയായിട്ടും കുടുംബം എനിക്ക് എൻ്റെ ഭാര്യ, ഞാനൊരു ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പം മുതലേ 5 വയസ്സുള്ളപ്പോൾ അറിയണതാണ്. അത് വീട്ടുകാർ തന്നെ ഇത് ചെയ്താണ്. ഐഷ ഇപ്പൊ നാട്ടിലാണുള്ളത്. പിന്നെ ഞങ്ങൾ ആ ഒരു ബന്ധം വളർന്നപ്പോൾ അത് ഡെവലപ്പായി. അങ്ങനെ ഞങ്ങള് വിവാഹം കഴിച്ചു. പിന്നെ മാർക്ക് തുടങ്ങിയതിന് ശേഷം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മക്കളൊക്കെ പഠിച്ചത് ഇവിടെയാണ്. ഇപ്പൊ മോളുടെ 2 മക്കളുണ്ട്. ഇപ്പൊ അവരൊക്കെ വലുതായി. ഒരാളുടെ കല്യാണം കഴിഞ്ഞു. അവർക്കൊക്കെ അറിയാം. അപ്പൊ ഒരു മോനിപ്പോ CA ഫൈനൽ ഇയർ, എൻ്റെ പേരക്കുട്ടി. രണ്ടാമത്തെ ആള് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ ആണ്. പിന്നെ മകൻ ഇവിടെ തന്നെ ഉണ്ട്. അവൻ ഇവിടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓ യെസ്, അൽഹംദുലില്ലാ. അതാണ് വലിയൊരു വിജയം. പിന്നെ മകളുടെ ഭർത്താവ് ഉണ്ട്, അബ്ദുൽ നാസർ. പുള്ളി ഇവിടെ എൻ്റെ ടൂർ ഡിവിഷൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി നാട്ടിൽ ഗവൺമെന്റ് സർവീസിലായിരുന്നു. അവിടുന്ന് 20 years ലീവ് എടുത്തിട്ട് ഇവിടെ വന്നു. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്. പിന്നെ ആ 20 years കഴിഞ്ഞപ്പോഴും പോയില്ല. അപ്പോൾ ഇവിടെ തന്നെ സ്ട്രിക്ക് ചെയ്തു, ജോലി റിസൈൻ ചെയ്തു. സോ ഈ സ്റ്റിൽ ഹിയർ. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മകള് നല്ലൊരു കലാകാരി കൂടിയാണ്. അവള് നല്ലൊരു പെയിന്ററാണ്, നല്ലൊരു അഗ്രികൾച്ചറിസ്റ്റ് ആണ്. ടൂറിസം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഇവിടെ ഇല്ലാത്ത ഒരു സംഭവം. അതായത് ഉണ്ടായിരുന്നില്ലാത്ത, ഇപ്പം ഉണ്ട്, ഒരു ലിമോ സർവീസ് എന്ന് പറഞ്ഞാൽ ഹൈ എൻഡ് ലക്ഷറി വെഹിക്കിൾസ് ഉള്ള ഒരു ലിമോ സർവീസ്. അപ്പം അത് ഞാൻ അൽബുസ്ഥാൻ പാലസ് ഹോട്ടലിനായിട്ട് ആദ്യമായിട്ട് ഞാൻ അവിടുത്തെ ജനറൽ മാനേജർ, എനിക്ക് വളരെ അടുത്തറിയുന്ന ആളായിരുന്നു. ഞങ്ങൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യും. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയൊന്ന് തുടങ്ങട്ടെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? അപ്പോൾ പറഞ്ഞു, മുഹമ്മദ് യു സ്റ്റാർട്ട്. കാരണം നമ്മളതിലിപ്പോൾ 1-2 ലക്ഷറി വണ്ടി ഉണ്ട്.
ഇഷ്ടംപോലെ ആയി. അപ്പോൾ ഞങ്ങളത് മാറ്റാൻ, ഞങ്ങളത് വളരെ ബുദ്ധിമുട്ടിയിട്ട് മാനേജ് ചെയ്യണം. ഇഫ് യു സ്റ്റാർട്ട് സംതിങ് ലൈക്ക് ദാറ്റ് വി വിൽ ഗീവ് യു ദ ജോബ് ഓഫ് അൽബുസ്ഥാൻ പാലസ്. അപ്പോൾ ഞാനന്ന് 2 മെഴ്സിഡീസ് ബെൻസ് കാർ വാങ്ങിച്ചു. എന്നിട്ട് ഞാനത് അൽബുസ്ഥാനിൽ വെച്ച് തുടങ്ങി. അവരുടെ കംപ്ലീറ്റ് എയർപോർട്ട് ട്രാൻസ്ഫറും അപ്പ് ആൻഡ് ഡൗൺ കംപ്ലീറ്റ് നമ്മൾ ചെയ്തു. ടൂർസ് ആൻഡ് ബിസിനസ് ട്രിപ്പൊക്കെ നമ്മൾ ഈ ലക്ഷറി വണ്ടിയിൽ ചെയ്തു. നമ്മൾ ഈ നമ്മുടെ ഇവിടെ എത്തിയത് എങ്ങനെയാണ് എന്നുള്ള, അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ സാർ പറഞ്ഞല്ലോ, ഇത് എൻ്റെ ഒരു വ്യക്തിയുടെ ഇതിലാണ് ഇതൊക്കെ വന്നതെന്ന്. പക്ഷേ ഈ അവസാനം പറഞ്ഞ ദൈവാനുഗ്രഹം തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പോയിന്റ്. മറ്റെന്ത് നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല അതില്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ അത് മാത്രം പോരാ, നമ്മൾ അതിലേക്ക് വഴിയൊരുക്കും കൂടി വേണം. അപ്പം അതിന് ഞാൻ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. നമ്മൾ ആരെങ്കിലും ഒരു ഡീൽ ചെയ്യുമ്പോൾ അതിൽ സത്യസന്ധത പുലർത്തുക. ഒരു വഞ്ചന അതുപോലുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക ചെയ്യുക. പിന്നെ മറ്റുള്ളവരെ നമ്മളെപ്പോഴും നമ്മുടെ ഒരു പാർട്ട്ണറായിട്ട് കാണുക, നമ്മളൊരു ഭാഗമായിട്ട് കാണുക. നമ്മൾ വെറും ബിസിനസ് പൈസ എന്നതിൽ കവിഞ്ഞ് ഒരു സിൻസിയറായിട്ടുള്ള ഒരു അപ്രോച്ച്, നമ്മുടെ ആറ്റിറ്റ്യൂഡും അപ്രോച്ചാണ് നമ്മളെ എവിടെയും അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അത് എന്തൊരു കാര്യമായാലും ആൾക്കാർ നോക്കുന്നത് നമ്മുടെ അപ്രോച്ചും ആറ്റിറ്റ്യൂഡുമാണ്. ആ വിനയം, ആ ഹംബിൾനെസ്, നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാനും അതിന് പാടില്ല. നമ്മുടെ ആ വിനയം, നമ്മുടെ അപ്രോച്ച്, ഇത് നമ്മളെ എവിടെയും കയറി ചെല്ലാനും ആരോട് സംസാരിക്കാനും എവിടെ എന്തും സാധിച്ചെടുക്കാനും ഇതിൻ്റെ ഒരു പ്രൈമായിട്ടുള്ള ഒരു ക്വാളിറ്റി അതാണ്. ഇവിടുത്തെ രാജ്യത്ത് സുരക്ഷ, സമാധാനം ആധികാരികമായി പറയാൻ കഴിയുന്ന വ്യക്തികളിൽ ഒരാളാണ് താങ്കൾ. എന്താണ് ഒമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സൗന്ദര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ? വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒമാനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം തന്നെ അതിൻ്റെ മനോഹാരിതയെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ കഴിയും. ഒമാൻ എന്ന രാജ്യം തന്നെ 70-ലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 55 വർഷം കൊണ്ട് വളരെ അതിശയകരമായ വളർച്ചയാണ് വിനോദസഞ്ചാര മേഖലയിൽ ഒമാൻ നടത്തിയിരിക്കുന്നത്. അറേബ്യൻ ഉപദ്വീപിൻ്റെ തെക്ക് കിഴക്കൻ തീരത്ത് ആണ് ഒമാൻ സ്ഥിതി ചെയ്യുന്നത്. ഒമാൻ്റെ പ്രകൃതി ഭംഗി, ഡൈവേഴ്സ് നേച്ചർ, വിവിധമായ പ്രകൃതി ഭംഗികൾ, ഏൻഷ്യൻ്റ് ആർക്കിടെക്ചർ ട്രഷർ, അതുപോലെ തന്നെ വൈബ്രന്റ് കൾച്ചർ, one of the most safest and secured countries in the world, friendliness and hospitality. ഇതൊക്കെയാണ് ഒമാനെ ഏറ്റവും ആകർഷണീയമാക്കുന്നത് ഒമാൻ ടൂറിസം മേഖലയിൽ. ഇന്ന് ആളുകൾ ഏറ്റവും അധികം തേടിക്കൊണ്ടിരിക്കുന്ന കാര്യം, നമ്മളൊരു ടൂറിസം സ്പോട്ട് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം സേഫാണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും അവർ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ഈ കാര്യത്തിൽ ഒമാൻ ഏറ്റവും മുൻപന്തിയിലാണ്. ഏറ്റവും സമാധാനപരമായ രാജ്യം, ഏറ്റവും ശാന്തസുന്ദരമായ രാജ്യം, ഏറ്റവും സുരക്ഷിതമായ രാജ്യം. മനോഹരമായ ബീച്ചുകളെ പറ്റി പറയുമ്പോൾ ഒമാനിന് അതിന് വലിയൊരു സ്ഥാനമുണ്ട്. 3000-ൽ പരം കിലോമീറ്റർ തീരപ്രദേശങ്ങളാണ് ഒമാനുള്ളത്. അതിൽ 1700 കിലോമീറ്റേഴ്സ് ഓൾമോസ്റ്റ് പ്രിസ്റ്റീൻ ബീച്ചസ്. ഇത് ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല ബീച്ചുകളിൽ ഒന്നാണ് ഒമാനിലുള്ളത്. ഏത് തരത്തിലുള്ള, ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഒമാൻ ഹാസ് ഗോട്ട് സംതിങ് ടു ഓഫർ ടു എവറി ഡിസേർണിംഗ് ട്രാവലർ. അപ്പോൾ നിങ്ങളുടെ അടുത്ത യാത്ര, വിനോദയാത്ര ഒമാനിലേക്കാവട്ടെ. ഐ എം എക്സ്ട്രീംലി പ്ലീസ്ഡ് ടു ടോക്ക് അബൌട്ട് ഒമാൻസ് ടൂറിസം and its attractions. Located in the southeastern region of the Arabian Peninsula, I have only given you a very brief of Oman, but I can talk for hours about the Oman's beauties and natural diversities and the uniqueness. But I would leave it to you to come and explore by yourself. We Marktus will take care of you from the time you land at Muscat International Airport till you leave from here with fond memories.
your airport transfers, your accommodation, your sightseeing, your guided tours, dolphin watching, snorkeling, museum visits, and many more. We await to welcome you to Sultanate of Oman.